അബു എബ്രഹാമിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകളുടെയും ഡ്രോയിങ്ങുകളുടെയും ഒരു പ്രദർശനം ഡൽഹിയിലെ ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്ററിൽ നടന്നു. ഇന്ത്യയും ലോകവും കണ്ട എക്കാലത്തെയും മികച്ച കാർട്ടൂണിസ്റ്റുകളിൽ ഒരാളായ അബുവിൻ്റെ 200ഓളം കാർട്ടൂണുകളും സ്കെച്ചുകളുമായിരുന്നു പ്രദർശനത്തിന് ഉണ്ടായിരുന്നത്. ദില്ലി ദാലി പോഡ്കാസ്റ്റ് ആ അതുല്യ പ്രദർശനത്തിൻ്റെ ഒരു ദൃശ്യാനുഭവം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. 1924 ജൂൺ 11 കൊല്ലത്തു ജനിച്ചു ആറ്റുപുറത്ത് മാത്യു എബ്രഹാം എന്ന അബു. കൊളോണിയൽ ഇന്ത്യയിൽ ജനിച്ച് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 23 വയസ്സിൻ്റെ യുവത്വം പേറി പുതിയ രാജ്യത്തിൻ്റെ വളർച്ചയുടെ ആദ്യ വർഷങ്ങളെ ആർജവത്തോടെ കണ്ട അബുവിൻ്റെ കാർട്ടൂണുകൾ അക്കാലത്തെ ലോകത്തെയും ഇന്ത്യയെയും മൗലിക പ്രതിഭയുടെ ആഴത്തോടെ തിളക്കത്തോടെ അവതരിപ്പിക്കുന്നവയാണ്. ആദ്യകാല കാർട്ടൂണുകൾ ലണ്ടൻ വർഷങ്ങൾ, കോൺഗ്രസ് വിഭജനം, ശ്രീമതി ഗാന്ധി വർഷങ്ങൾ, അടിയന്തരാവസ്ഥക്കാലം, അതിനുശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം, ഹിന്ദുത്വയുടെ ആവിർഭാവം, അബുവിൻ്റെ ലോകരാഷ്ട്രീയ കാർട്ടൂണുകൾ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പോക്കറ്റ് കാർട്ടൂണുകൾ ഇവയൊക്കെയായിരുന്നു ഈ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. കാർട്ടൂൺ കല ഡിജിറ്റലാകാതിരുന്ന ഒരു കാലത്ത് വെളുത്ത കടലാസിൽ ബ്രഷ് ഉപയോഗിച്ച് കറുത്ത മഷിയിൽ അസാധാരണ പ്രതിഭയുള്ള ഒരു ചിത്രകാരൻ അത്ര തന്നെ അസാധാരണമായ ചരിത്രബോധ്യത്തോടെ ചെയ്ത കാർട്ടൂണുകളുടെ ഈ പ്രദർശനത്തിലേക്ക് സ്വാഗതം. ആദ്യകാലങ്ങൾ എബ്രഹാം എന്നാണ് ഒപ്പിട്ടിരിക്കുന്നത്. അബു എന്ന് ഒപ്പിട്ടു തുടങ്ങിയിരുന്നില്ല. ലണ്ടൻ അനുഭവങ്ങൾ, ലണ്ടൻ ആണ്ടുകൾ. 1953 അബു ലണ്ടനിലെത്തുന്നത്. 33 വയസ്സുള്ളപ്പോൾ ലണ്ടനിലെ ഒരു വേനൽക്കാലത്ത്. ഉടൻ തന്നെ പഞ്ച് മാഗസീനിലും ഡെയിലി സ്കെച്ചിലും എവരിഡേയ്സ് ലണ്ടൻ ഒപ്പീനിയനിലും ഈസ്റ്റേൺ വേൾഡിലുമെല്ലാം അബു കാർട്ടൂൺ വരച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഒപ്പിട്ടിരുന്നത് എബ്രഹാം എന്നായിരുന്നു. ദി ഒബ്സർവർ പത്രത്തിൻ്റെ പത്രാധിപർ ഡേവിഡ് ആസ്റ്ററാണ് അബു എന്ന പേര് നിർദ്ദേശിച്ചത്. സ്കൂളിൽ കൂട്ടുകാർ ആറ്റുപുറത്ത് മാത്യു എബ്രഹാമിനെ വിളിച്ചിരുന്നത് അബു എന്നായിരുന്നു. It was also the time Indian politics was getting very, very interesting. He came to India in 1969 when the ruling party split. Mrs. Gandhi split the party. കാർട്ടൂണിസ്റ്റ് EP ഉണ്ണി അബു പ്രദർശനത്തിന് നൽകിയ വോക്ക് ത്രൂ വിശദീകരണം. It was a new experience for us. She was making most of the headlines and Abu followed her, as well as two of his peers, whom he became and Rajendra Puri. That is how India got its editorial cartoon, I think. And then we only had political cartoons. These three editorialized the Indian cartoon. You can see examples of that as you walk around. That's point number one. Point number two, he was different from his peers because he was also interested in a lot of things happening around Mrs. Gandhi. It was not all the time focused on Indira Gandhi. He panned the camera and looked at the states, chief ministers, variety of leaders within the Congress, looked at the Asian picture, looked at the world picture. He never lost sight of wider perspectives. So his cartoon was very rich in perspectives, like no other Indian political cartoonist has been. So you can see all of that. I don't want to overstate. Walk around. If there is anything specific, ask. These are his early cartoons. Yeah, and as you see, he's not very political in this phase of his life. They're whimsical. But you signed it, Abu. Yeah. Perspective is always nice. He's going through, I think, everything that he's being exposed to from Ronald Searle and then David Lowe. Yeah. And also he was as good as Searle in sketching. Searle did some masterly sketches of the interwar years, refugees and so on, and he was very good. He probably developed the same kind of sharpness in sketching live. Please see this.
ഇന്നും ഇന്ത്യയിൽ പ്രസക്തമായ രാഷ്ട്രീയ കാർട്ടൂണുകൾ. സോൾട്ട് ആൻഡ് പേപ്പർ പരമ്പര, മലയാളത്തിൽ ഇത് മേമ്പൊടി എന്ന പേരിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അബു എബ്രഹാം ചെയ്ത ആനിമേഷൻ ഫിലിം. ആയിരത്തി 1969 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിളർപ്പിന് മുൻപും പിൻപുമായി അബു വരച്ച ചില കാർട്ടൂണുകൾ. ഈ കാർട്ടൂണിൽ തെക്കൻ ബോംബെ രാഷ്ട്രീയത്തിലെ താരമായിരുന്ന ജോർജ് ഫെർണാണ്ടസിനെ കാണാം. ദ ഗെയിം ഓഫ് എമർജൻസി, അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ അബു വരച്ച കാർട്ടൂണുകൾ. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇരുണ്ട ആ നാളുകളിൽ സെൻസർ പബ്ലിഷ് ചെയ്യുവാൻ അനുവദിക്കാതിരുന്ന അബുവിൻ്റെ കാർട്ടൂണുകളും ഈ പ്രദർശനത്തിൽ ഉണ്ട്.
ജനതാഭരണത്തിൻ്റെ വരവും പോക്കും. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിനു ശേഷം പിൻവാങ്ങിയിരുന്ന ഹിന്ദുത്വ ശക്തികൾ പൊതുധാരയിലേക്ക് തിരിച്ചു വരുന്നത്, 1980കളിലെ ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവ്, VP സിംഗിൻ്റെ ഭരണം, മണ്ഡൽ മസ്ജിദ് രാഷ്ട്രീയം എന്നിവയെല്ലാം പ്രതിഫലിക്കുന്ന കാർട്ടൂണുകൾ. ഇന്ദിരാഗാന്ധി നിറഞ്ഞു നിൽക്കുന്ന അബുവിൻ്റെ കാർട്ടൂണുകൾ.
പ്രൈവറ്റ് വ്യൂ പ്രശസ്തമായി തീർന്ന അബുവിൻ്റെ പോക്കറ്റ് കാർട്ടൂൺ പരമ്പര. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തൃശൂലന്വേഷണ പരീക്ഷണങ്ങൾ തുടങ്ങുന്ന കാലത്തെ കാർട്ടൂണുകൾ. രാജീവ് ഗാന്ധി, നരസിംഹറാവു, സോണിയാഗാന്ധി ഇവരൊക്കെ നിറഞ്ഞിരുന്ന കോൺഗ്രസ് രാഷ്ട്രീയ കാലം. ലോകരാഷ്ട്രീയം അതിശക്തമായി കടന്നുവരുന്ന അബുവിൻ്റെ കാർട്ടൂണുകളിൽ ചിലവ.
ഗാന്ധി, പട്ടേൽ, നെഹ്റു, ഫിദൽ കാസ്ട്രോ, ചെഗവേര, എഫ് ഹുസൈൻ, പ്രണബ് മുഖർജി, ജ്യോതി ബസു എന്നിവരുടെ കാരിക്കേച്ചറുകൾ. ഉക്രൈനിലും ഉസ്ബെക്കിസ്ഥാനിലും ഇസ്രയേലിലും മറ്റും അബു ചെയ്ത അസാധാരണ ഭംഗിയുള്ള സ്കെച്ചുകൾ.
1961 ജെറുസലേമിൽ വെച്ച് ചെയ്ത സ്കെച്ച് അഡോൾഫ് എക്മാൻ്റെ വിചാരണ. ഈ കാർട്ടൂണിലൊക്കെ ഡൽഹിയിൽ ഇരുന്ന് അബു വരയ്ക്കുകയും പാലക്കാട്ടിൽ നിന്ന് ഞാൻ വിദ്യാർത്ഥിയായിരുന്നു കാണുകയും ചെയ്തതാണ്. അതിൻ്റെ ഒരു അത്ഭുതം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് പോലൊരു പത്രത്തിലായതുകൊണ്ട് ഇന്ത്യയിൽ മിക്കവാറും കൊച്ചു പട്ടണങ്ങളിൽ വരെ വിതരണം ചെയ്യപ്പെടുന്ന പത്രമായതുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അക്കാലത്ത് അബുവിനെ ഫോളോ ചെയ്തിരുന്നു, മുതിർന്നവർ. അങ്ങനെ ഒരു ബന്ധം അബുവിൻ്റെ കാർട്ടൂണുമായിട്ട് നമ്മുടെ തലമുറയ്ക്കുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഇന്നലെ ട്രംപ് അധികാരത്തിൽ വരാൻ ഇലക്ഷൻ വിജയിച്ചതും നമ്മളിവിടെ നടക്കുന്ന ഭരണം മൂന്നാമതും മോദി തിരിച്ചു വരികയൊക്കെ ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അബുവിൻ്റെ കാർട്ടൂണുകളെ വളരെ വളരെ സമകാലീനമാക്കിയിരിക്കുന്നു. അപ്പം നമുക്ക് പണ്ടാണെങ്കിൽ കാർട്ടൂൺസ് പെട്ടെന്ന് ഏജ് ചെയ്യുമല്ലോ, പഴകും. അപ്പോൾ ഒരാഴ്ച മുമ്പ് വരച്ച കാർട്ടൂണിനോട് പോലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ രണ്ട് ഭരണാധികാരികൾ, രണ്ട് ജനാധിപത്യങ്ങളിലുള്ള പ്രഖ്യാപിത ജനാധിപത്യങ്ങളിലുള്ള രണ്ട് ഭരണ നേതൃത്വം കാരണം നമുക്ക് അബുവിൻ്റെ കാർട്ടൂണുകൾ കുറച്ചുകൂടി ഹൃദ്യമായിട്ട് കാണാനും അതിലെ മുന്നറിയിപ്പുകൾ കൃത്യം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മളെ പല കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുകയും അതിനോട് ബന്ധപ്പെടാനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. കാരണം ഈ അത്തരം ആ കാലത്തെ 70കളിലെ ഒരു രാഷ്ട്രീയം, അബു കാണിക്കുന്ന അടിയന്തരാവസ്ഥ കാലത്തെ രാഷ്ട്രീയം, അന്നത്തെ പ്ലേ ബുക്കൊക്കെ പല ഭരണാധികാരികളും ഇന്ത്യയിൽ തുടർച്ചയായിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിപക്ഷത്തുള്ള ആൾക്കാരടക്കം, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവരടക്കം. അത് താങ്കൾ നമ്മുടെ തൊട്ട് പുറകിലുള്ള കാർട്ടൂണുകൾ കണ്ടാൽ അറിയാം. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് പത്രങ്ങളോടുള്ള സമീപനം, കോടതിയോടുള്ള സമീപനം, ഭരണഘടന ഭേദഗതികൾ കൊണ്ടുവന്ന് ഭരണഘടനയുടെ സത്ത കുറച്ച് കാണിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പ്ലേ ബുക്ക്, എമർജൻസി പ്ലേ ബുക്കിലുണ്ട്. അതിന് മുമ്പും ഒക്കെ ഉണ്ട്. അതിപ്പോഴും തുടർന്ന് വരുന്നു. പ്രഖ്യാപിത അടിയന്തരാവസ്ഥ, ലോകമൊട്ടുക്ക് യുദ്ധം, ഗാസയിൽ വിയറ്റ്നാമിൻ്റെ പോലൊരവസ്ഥ ഗാസയിലുണ്ടായി വരുന്നു. അപ്പോൾ അതിൻ്റെ കാർട്ടൂൺ കണ്ടാൽ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഇപ്പോൾ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. It's great that these important cartoons as documents of political history and other are preserved so well. I don't think no other Indian cartoonists work over the people who are working in 50s, 60s, 70s are so well preserved. And how could you do this? I think it's by default. I think I would give credit to my father for keeping everything and for valuing the originals. So just as we had to clear out all his other effects after he passed away, his body of work was an important part of that. So because I lived in Bangalore, it all came to me. I think things have got spoiled. I think things have been eaten away. I have also had a few incidents where some boxes have got wet and some things have been. But most of them spoiled. were in Trivandrum? They were in Trivandrum because he never ever talked to us about his work and what we should do with his work. He never ever talked about that.
And so it was just after he passed away, we then started looking at what he had kept all these years. And it was a surprise to us that he had even kept his English and British drawings. So because I lived in Bangalore and I live in Bangalore, it all came to me. It was closer for it to come to me than to be sent by truck to my sister who lives in Delhi. And because of the temperature and the weather in Bangalore, which is mostly dry, it's been easy to preserve it. But I haven't done anything that special. It was in cupboards, it was in a dedicated cupboard. I have got acid-free sleeves and folders, and I have made special drawers to keep his work. But there is nothing more than that I've done. And occasionally I will sort through a folder and put a clip. I had to take off all the metal clips because that had rusted over the years and that had created a mark. So I put a plastic clip, or I don't put any clip. And I cleaned out a lot of the fungus and also made sure there was no silverfish. I have cut borders that have got dog-eared or have been eaten away. So I've done a certain amount of archival work on his collection, but mostly the idea is I make sure that it's in a dry place. It's not in a cupboard that is open to the elements from the outside, so that no damp and no dank can get in. I have to make sure that insects and things are not attacking it, but it's been preserved quite well, and by default. So I think the other important thing that I realize is that it's important to just take it out, that it gets some air. So rather than it just being locked up where moisture can get trapped. So sometimes it's just placed in the drawer. It's not put into some airtight thing or box or whatever, because then that can always result in, if one insect gets trapped, then it will just eat up. Do you think it is because of his exposure to the British museums, libraries, archives and all? I think so. I think it's that he was very interested in modern art and art. No, I'm asking about the preservation. Think because of the value that he saw in art, I think he saw value in the original. And I think that also he saw that the original is different from what is being printed, which has been lost by a lot of published cartoonists. I think they thought once it's published, it's almost more elevated as a form than the actual original. So I think Abu understood that because of his interest in art. I have two more questions. One is the paper which he was using, whether there was an evolution, the change in the papers which he was using. Certain papers are so fine quality paper. He was very particular, except for one or two, and I can point them out, like the Reagan Economics. I know that he's used an Indian ink, but he got his ink, he got his pens, he got his paper from the UK. But he didn't import it in. Whenever he had friends visiting, and my stepmother's side, he was also English, and so if she went back home, then she would bring back sketchbooks or pens. But he had many friends who would keep visiting, and sometimes they would write and they'd say, "What would you like?" And it was always Pentel pens and that he used, and he knew was an acid-free paper. So that's one of the reasons why. The paper from where he was getting the paper? From London. From London. And now my last question. From here, where we are taking this exhibition to, where he worked, he was in Palestine, he was in UK, he worked, made sketches all these places, even Uzbek, you have to realize that Kerala government gave us a little money for me to start the exhibition, but after which my sister and I have been funding it completely. So where we're concerned, we're going to pack it up and it's going to be in boxes. We can't afford for the exhibition to go abroad. There isn't that kind of interest in cartoons and cartoonists, unlike art, and it falls between the cracks of literature, the written word, and art. So it really is up to
people who Society. value it Yes. to show an interest. We have tried to do what we can. Thank you. Thank you. അബു എബ്രഹാമിൻ്റെ കാർട്ടൂണുകളുടെ പ്രദർശനത്തെക്കുറിച്ചുള്ള ദില്ലി ദാലിയുടെ റിവ്യൂ ഇവിടെ സമാപിക്കുകയാണ്. കണ്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ, ദില്ലി ദാലി. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോഡ്കാസ്റ്റ് സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.